ഒരു റീപ്ലേ നടത്തിയാൽ മണി നേരത്തെ പറഞ്ഞു മണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത മണിക്ക് പഴയകാലം മറക്കാൻ പറ്റും. മറക്കൂല. അത് മറന്നാൽ ഞാനില്ല സാറേ. അന്നത്തോടുകൂടി ഞാൻ തീർന്നു. അച്ഛൻ്റെ അമ്മയുടെയും പണിസ്ഥലമായിരുന്നു മണിയുടെ ആദ്യത്തെ വേദി. മണിയുടെ ഒരു സർഗസൃഷ്ടി, മണിയുടെ പാട്ട്, മണിയുടെ പ്രകടനങ്ങൾ അത് ആദ്യം തുടങ്ങിയത് ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. അതെ, ആ സ്ഥലമൊക്കെ ഞാൻ മുഴുവൻ മേടിച്ചു. ഒരു വാശിയായിരുന്നോ? വാശിയല്ല, മധുരമായ പ്രതികാരം. ആരോടുള്ള പ്രതികാരം? ഞാൻ 5 ഉറുപ്പ്യ എൻ്റെ അച്ഛൻ പണിയെടുക്കുന്ന സ്ഥലത്ത് 5 ഉറുപ്പ്യ സ്കൂളിൽ പോകാനായിട്ട് ഒരു ട്രൗസർ ഇട്ട് പോയി നിൽക്കുമ്പോൾ 5 ഉറുപ്പ്യ പുസ്തകം മേടിക്കാൻ വേണ്ടി അത് മേടിക്കാൻ പോയിട്ട് എനിക്ക് തന്നില്ല. അവർ എൻ്റെ അടുത്ത് പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 മണിയാവുമ്പോൾ നിൻ്റെ അച്ഛന് ശമ്പളം തരും, പുറത്ത് മാറി കൂലി തരും, അതുകൊണ്ട് മാറിക്ക് 5 മണിക്ക് വരാൻ പറയും. പക്ഷെ ഞാനത് കൃത്യമായിട്ട് ഞാൻ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ആ സ്ഥലമൊക്കെ ഞാൻ വാങ്ങിച്ചു സാർ. ഓ മണി, ആ ഒരു പ്രതികാരമൊക്കെ അങ്ങോട്ട് തീർക്കുമ്പോൾ അന്ന് എന്താ ചെയ്യുക? അല്ല, അന്ന് എന്താ ചെയ്യാന്ന് വെച്ചാൽ വേറെ ഈ സ്ഥലമൊക്കെ ഒന്ന് ആധാരമാക്കുന്നു. അല്ല, ആധാരമാക്കുന്നതല്ല ഏറ്റവും വലിയ. അതിനകത്ത് എത്രയോ ആൾക്കാർ പണിയെടുക്കുന്നുണ്ട്. അവരുടെ കുടുംബം ഭക്ഷണം കഴിച്ച് അവർ പോകുന്നുണ്ട് സാർ. ഒരു ഗതിയിലാണ്ട് വന്ന ഞാൻ ഒരുപക്ഷെ മണിയുടെ മനസ്സിൽ അടുക്കി വെച്ചിരിക്കുന്ന ചില വികാരങ്ങളുണ്ട്. ഈ പറഞ്ഞ പോലെ മധുരമായ പ്രതികാരം എന്ന് പറയാൻ കാരണം വെച്ചാൽ മണി പതിറ്റാണ്ടുകളോളം മണി ആ ഒരു വിഷമം മനസ്സിൽ കൊണ്ട് നടന്നു. അതിൻ്റെ ഒരു സാക്ഷാത്കാരമാണ് ഈ സ്ഥലം മേടിക്കണം എന്നുള്ളൊരു തോന്നൽ. മണിയെ പണ്ട് ആൾക്കാർ പലരും ശ്രദ്ധിച്ചിരുന്നില്ല ചെറുപ്പകാലത്ത്. ആ ആൾക്കാരുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി മണി പല കസർത്തും ചെയ്യും. മണി ചെയ്യാത്തൊരു കസർത്തില്ല. മണി എന്താ ചെയ്യാത്തത്? ആക്ച്വലി മണി എല്ലാം ചെയ്തു. ഞാൻ മണൽ വാരാൻ പോയിട്ടുണ്ട്, വിറക് കയറാൻ പോയിട്ടുണ്ട്, വഞ്ചി കുത്താൻ പോയിട്ടുണ്ട്. അന്ന് 15 പൈസയാണ് വഞ്ചി കുത്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇവിടുന്ന് അങ്ങോട്ട് കുത്തിയിട്ട് തൊട്ട് പുഴയുടെ അപ്പുറത്തേക്ക് കിടത്തുമ്പോൾ വഞ്ചി കുത്താൻ പോയിട്ടുണ്ട്. 15 പൈസ. കുത്തുമ്പോഴും പാട്ട് പാടിയിട്ട് കുത്തി അവിടെ 15 പൈസ കൊടുത്തിട്ട് തിരിച്ചിങ്ങോട്ട് വരും. വഴിക്കച്ചവടം നടത്തിയിട്ടുണ്ട്. എല്ലാം പറയാം. അതായത് വേലുപ്പള്ളി അമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ചാലക്കുടിയിൽ. ആ അമ്പലത്തിൽ ഞാൻ കട്ടൻ കാപ്പി, അതായത് ചുക്ക് കാപ്പി ഉത്സവത്തിന് അത് വിൽക്കാൻ പോയിട്ട് കാപ്പി ആരും മേടിക്കണില്ല. എന്നിട്ട് ഞാൻ കാപ്പി അവിടെ വെച്ചിട്ട് എൻ്റെ ഭാര്യയുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ വേലിപ്പള്ളി അമ്പലം എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ട് ഊണ് കഴിക്കാൻ പൈസയില്ല. ഇത് കച്ചവടമായാലല്ലേ ശരിയാവുള്ളൂ. അതിനകത്ത് ഒരാളൊരു വൃത്തികെട്ട പരിപാടിയും ചെയ്തു. ഇങ്ങനെ തിരിക്കണതാണ്. അങ്ങനെ ഞാൻ ഈ ബോട്ടിലും കൊണ്ട് ഇങ്ങനെ നടക്കണ സമയത്ത് ഒരുത്തം വന്ന് അത് തിരിച്ചു വിട്ടു. അവിടെ കുറെ ആൾക്കാർ വെടിക്കെട്ട് കാണാൻ വേണ്ടി കിടക്കണ്ടായിരുന്നു. അതിന്റെ മുഖത്തേക്ക് ഈ ചുക്ക് കാപ്പി വേണ്ടിട്ട് അടി എന്ന് പറഞ്ഞ അടീരെ പൊരിഞ്ഞടി. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കറിയില്ല, വേറെ ഒരുത്തും തിരിച്ചു വിട്ടതാ. അത് കഴിഞ്ഞ് ഞാൻ പോയി ഭക്ഷണം കഴിച്ച സ്ഥലമുണ്ട് സാർ, ആനക്കാർക്ക് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. അവിടെ ആനക്കാർക്കുള്ളൂ ഭക്ഷണം. അപ്പോൾ ആനക്കാർക്കൊരു പ്രത്യേകത ഉണ്ട്. ഒരു തലയെക്കെട്ടും വേണം, പിന്നെ ഷർട്ട് ഒരു ബനീനൊക്കെ ഇട്ടിട്ട് വേണം പോണെങ്കിൽ. എന്നിട്ട് ഞാൻ ആ അമ്പലത്തിൽ പോയിട്ട് ആനക്കാർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഞാൻ അവിടെ പോയിരുന്ന് കഴിച്ച് വന്നൊരാളാണ് ഞാൻ. ഇത്രയും ജോലികൾ. തുണിക്കച്ചവടം ചെയ്തിടയ്ക്ക് തുണിക്കച്ചവടം ഉണ്ടായിരുന്നു. അത് ഹാര കട്ട്പി സെൻറ്റർ, അലി ബ്രദേഴ്സ്. ഈ ബ്ലൗസ് പീസൊക്കെ ബ്ലൗസ് പീസ് സ്കൂളിൽ കൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ കൊടുത്തിരുന്ന ടീച്ചർമാർക്ക് ബ്രേസറായിരുന്നു. അതെ, അന്ന് വെച്ചാൽ അത് ചാവക്കാടുന്ന് മേടിക്കുക ബ്രേസർ. പിന്നെ ക്ലിയോപാട്ര സാരി. ഇപ്പം സ്കൂളിൽ തന്നെ മണിയുടെ ഈ മോണാക്ട് മിമിക്രി വൈഭവം തുടങ്ങി. എനിക്ക് തോന്നുന്നു മിക്കവാറും മൃഗങ്ങളെ അനുകരിച്ചായിരിക്കുമല്ലോ മണി. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ആദ്യത്തെ മിമിക്രി എന്തായിരുന്നു? ഫസ്റ്റ് മിമിക്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തത് കൊച്ചിൻ കലാഭവനിൽ വരുന്നതിന് മുമ്പ് സ്കൂളിൽ രാധയ്ക്കൊക്കെ അറിയാം, ഞാനൊരു മുക്കുവനും ഭൂതം എന്ന് പറഞ്ഞ സാധനം കാണിച്ചിരുന്നു. അതുകൂടാണ്ട് ഞാനൊരു തൂങ്ങിച്ചാവണ ഒരു ഇത് കാണിച്ചിരുന്നു. ഒന്നുമില്ല, ഒരാൾ കെട്ടി തൂങ്ങിച്ചാവണത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പിടിക്കണില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പക്ഷെ ആരും കണ്ണാട വെച്ച് മരിക്കാറില്ല. അതുകൂടി മനസ്സിലാക്കണം.